ദൃഷ്ടി അനുരൂപ അധ്യാരോപാച്ച ആത്മദൃഷ്ടി അനുരൂപ അധ്യാരോപാച്ച യഥാ ഘനാദി വിപ്രകീർണേ അംബരേ യേനൈവ സവിതൃപ്രകാശഃ ന ദൃശ്യതേ സഹ ആത്മദൃഷ്ടി അനുരൂപമേവ അധ്യസ്യതി സവിതാ ഇദാനീം ഇഹ ന പ്രകാശയതി ഇതി സത്യേവ പ്രകാശേ അന്യത്ര ഭ്രാന്ത്യ ഏവം ഇഹ ബൗദ്ധാദിവൃത്യുദ്ഭവാഭിഭവാത് അല്ല ബൗദ്ധാദിവൃത്യുദ്ഭവാഭിഭവാകുലഭ്രാന്ത്യധ്യാരോപിതഃ സുഖദുഃഖാദിയോഗഃ ഉപപദ്യതേ. അപ്പോൾ ആത്മദൃഷ്ടിക്ക് അനുരൂപമായ അധ്യാരോപം കൊണ്ടും തൻ്റെ ദൃഷ്ടിക്ക് അനുരൂപമായി അധ്യാരോപിക്കുന്നത് കൊണ്ടും ആത്മാവിൽ സുഖദുഃഖാദികളൊക്കെ ഉണ്ട്, ഭേദങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് പാരമാർത്ഥികാണോ? അല്ല, അത് കേവലം അധ്യാരോപ നിമിത്തം ആണ്. യഥാ ദൃഷ്ടാന്തം പറയുന്നു. ഘനാദി വിപ്രകീർണേ അംബരേ. ഘനം മേഘം. മേഘങ്ങൾ വളരെയധികം മൂടിയിരിക്കുന്നതായ ആകാശത്തിൽ യാതൊരാളാൽ സൂര്യപ്രകാശം കാണപ്പെടുന്നില്ലയോ, അയാൾ ആത്മദൃഷ്ടിക്ക് അനുരൂപമായിട്ട് എന്തു പറയുന്നു? ഇപ്പോൾ ഇവിടെ സൂര്യനില്ല എന്ന് പറയുന്നു, ഇപ്പോൾ ഇവിടെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അന്യത്ര സൂര്യൻ പ്രകാശിപ്പിക്കുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് ദൂരം സൂര്യൻ്റെ പ്രകാശമുണ്ട്. എവിടെ മേഘമണ്ഡലത്താൽ മറവ് വന്നോ അവിടെ മാത്രമേ സൂര്യമണ്ഡലത്തിൻ്റെ പ്രകാശം ഇല്ലാത്തതുള്ളൂ. ഈ കാഴ്ച നല്ല രസകരമായിട്ട് വളരെ ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ പോയാലോ വിമാനം താഴ്ന്നു പറക്കുമ്പോഴോ ഈ കാഴ്ച കാണാം. വലിയ നിഴൽ കാണാം ഒരു പ്രദേശത്ത്. അപ്പുറത്തും വെളിച്ചമുണ്ടാവും, ഇപ്പുറത്തും വെളിച്ചമുണ്ടാവും. ഈ നിഴലുള്ളിടത്തുള്ള ജനങ്ങൾക്ക് സൂര്യനെ കാണുന്നുണ്ടോ? ഇല്ല. ആ നിഴലുള്ളിടത്ത് സൂര്യനെ കാണുന്നില്ല. എന്നാലേ ഇപ്പുറത്തുള്ളവർക്ക് കാണും, അപ്പുറത്തുള്ളവർക്കും കാണും. നമുക്കിത് മൂന്നും കാണും. നമുക്ക് സൂര്യനെയും കാണും, സൂര്യനെ കാണാത്തിടവും കാണും, സൂര്യനെ കാണുന്നിടവും കാണും. കാരണം നമ്മൾ വിധാനം ഉയർന്നിട്ടാണ്. വിധാനം ഉയർന്ന പ്രശ്നമല്ല, വിധാനം ഉയരാതെ അതിൽ കുടുങ്ങുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ മേഘത്താൽ മറയ്ക്കപ്പെട്ടവർ എന്ത് പറയും? ന പ്രകാശയതി അത്ര സൂര്യ. ഇവിടെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അന്യത്ര പ്രകാശയഭി. മറ്റുള്ളിടത്ത് പ്രകാശം ഉണ്ടെങ്കിലും ഇതെന്തുകൊണ്ടാണ്? ഇത് ഭ്രാന്തിജ്ഞാനം കൊണ്ടാണ്. ഭ്രാന്തിജ്ഞാനം കൊണ്ട്. ഭ്രാന്തിജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രമാണ സഹിതമായ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എന്നർത്ഥം. ഏവമിഹ ബൗദ്ധാദിവൃത്യുദ്ഭാവി ഭവാത്. ബൗദ്ധാദി വൃത്തികളാൽ, ബൗദ്ധ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്ഥങ്ങളായ, അല്ലാണ്ട് ബുദ്ധൻ്റെ എന്ന് എടുക്കണ്ട. ഈ ബുദ്ധശബ്ദം കാണുമ്പോഴത്തേക്ക് ബുദ്ധനെ കൊണ്ടുവരും കേട്ടോ. എന്താ ചെയ്യുക? അത് സ്വാമി സംസ്കൃതം അറിയാത്തതുകൊണ്ടാണോ? സംസ്കൃതം അറിയാത്തതുകൊണ്ടല്ല. സംസ്കൃതം വിമർശിക്കാൻ വേണ്ടി മാത്രം ആഴത്തിൽ പഠിച്ചോണ്ടാ. അങ്ങനെ വിമർശിക്കാൻ വേണ്ടി ഏത് നോക്കിക്കഴിഞ്ഞാലും നമുക്കൊക്കെ ആയിരം എടുക്കാം, ആയിരക്കണക്കിന് എടുക്കാം. ബുദ്ധിയുള്ളവനാണല്ലോ ബുദ്ധൻ. ബുദ്ധി ഉറച്ചവൻ ബുദ്ധൻ. ബുദ്ധ് അവബോധേ. അവബോധമാണ്, തിരിച്ചറിയുക, അവബോധനം വരിക, അറിവ് വരിക. അറിവ് വന്നാൽ ബുദ്ധനായി. അറിവുള്ളവരൊക്കെ ശങ്കരാചാര്യർ ബുദ്ധനാണ്, വ്യാസഭഗവാൻ ബുദ്ധനാണ്. നമ്മളെ ഗുരുനാഥന്മാരെയൊക്കെ ബുദ്ധന്മാരായിട്ടാണ് മാനിക്കുന്നത്. ഇപ്പോൾ ബുദ്ധൻ നമ്മുടെ ഗുരുവാണെന്ന് പറഞ്ഞാൽ ഉടനെ തെറ്റിദ്ധരിക്കും. കണ്ടോ?
എന്ത് അവിടെ ബൗദ്ധപ്രവർത്തകനായ ബുദ്ധനെയാണ് പറഞ്ഞതെന്ന് അവർ വിചാരിക്കും. അപ്പം എന്ത് ചെയ്യാനാ വിചാരിക്കണേപ്പോൾ നമുക്ക് നിവൃത്തിയുണ്ടോ? നമുക്കത് മനസ്സിലാവില്ല. ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായി. സംഭവം ഉണ്ടായത് ഇവിടെ ഒരു പ്രഭാഷണ വേളയിൽ ഒരു സമൂഹം, ഒരു ഭക്തസമൂഹം അവരുടെ ഗുരുദേവനായിട്ട് മാനിക്കുന്ന ഗുരുനാഥൻ ശരീരം ശാന്തമായ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചിരുത്തി മൂർധാവിൽ മുള വെച്ച് അതിൻ്റെ മുകളിൽ തേങ്ങ കൊണ്ട് അടിച്ചു എന്നുള്ളൊരു പരാമർശം നമ്മളിവിടെ പ്രഭാഷണ മധ്യേ പറഞ്ഞു. ഇവിടെ ഒരു ഉത്തമ ശിഷ്യനുണ്ട്. ആരാ ഉത്തമ ശിഷ്യൻ? ഇതാ മുമ്പിലിരിക്കുന്നുണ്ട് ഇയാൾ. അതിങ്ങനെ അയാളവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പിടിച്ചിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പം ഇത് കേട്ടിട്ട് ആരോ ശിവഗിരി മഠത്തിൽ പോയിട്ട് പറഞ്ഞു കൊടുത്തു, ചിദാനന്ദപുര സ്വാമി ഗുരുദേവനെക്കുറിച്ച് ഇങ്ങനെ വളരെ മോശമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. മനസ്സാ വാച നമ്മൾ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അവരത് എടുക്കാൻ കാരണം ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ചിദാനന്ദ ഗുരുദേവൻ മാത്രമാണ് നിർത്തും. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അവസാനം നമ്മളോടത് പറഞ്ഞ ആൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് സ്വാമി എന്ന് നമ്മുടെ ശ്രദ്ധയിൽ അവിടുത്തെ ഒരു സ്വാമിജി പെടുത്തി. ആ സ്വാമിജിയോട് നമ്മൾ പറഞ്ഞു, നമ്മളങ്ങനെ അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, മറിച്ച് ഇന്നതാണ് പറഞ്ഞത്, ഇന്ന ആളെക്കുറിച്ചാണ് പറഞ്ഞത്. ഓ അതല്ലേ, ശരി, ഞാനത് മഠാധിപതിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കാരണം ഗുരുദേവൻ എന്നുള്ള വാക്ക്, ഗുരുദേവൻ ഇപ്പോൾ എല്ലാം ഗുരുദേവനല്ലേ ഇല്ലേ? ഓരോരോ ശിഷ്യനും അവനവൻ്റെ ഗുരുനാഥനെ ഗുരുദേവനായിട്ടാണ് കാണുന്നത്. പക്ഷെ ഗുരുദേവൻ എന്നുള്ള രൂഢമായ ശബ്ദം ശ്രീനാരായണ ഗുരുദേവനിലാവണോണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ അത് തീർന്നു, പറഞ്ഞു തീർന്നു. അത് വീണ്ടും വേണം തുറന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലോ ആ സംശയം അവിടെ കിടക്കും. അത് ചെറിയൊരകൽച്ചയെ ഉണ്ടാക്കും. പുറത്ത് എന്തടുപ്പം കാണിച്ചാലും ഉള്ളുകൊണ്ട് ഒരകൽച്ച സംജാതമാകും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ബുദ്ധശബ്ദം കാണുമ്പോഴത്തേക്ക് ഉടനെ ബുദ്ധനിലേക്ക് എടുക്കരുത്, അത് പാടില്ല. അറിഞ്ഞവനൊക്കെ ബുദ്ധനാണ്, എല്ലാവരും ബുദ്ധന്മാരാണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ബുദ്ധനൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എവിടെ എന്ത് കൊണ്ടുവന്നാൽ മതി? ബുദ്ധി മതി. ബുദ്ധി. അങ്ങനെ ബുദ്ധിയുടേതായ വൃത്തി, ബുദ്ധിഷ്ടങ്ങളായ വൃത്തികൾ, ആ ബുദ്ധിഷ്ടങ്ങളായ വൃത്തികളെ കൊണ്ട് ഉദ്ഭാവിതമായ ഒരു ഭാവം, ആ വൃത്തികളാൽ അഭിഭവം ചെയ്യപ്പെടുന്നത് ആകുലമായി ഉണ്ടായ ഭ്രാന്തി, കലങ്ങിമറിഞ്ഞ വൃത്തികളാൽ കലങ്ങിമറിഞ്ഞ ഭ്രാന്തിയുടെ അവസ്ഥ. ആ ഭ്രാന്തിയുടെ അവസ്ഥയാൽ എന്ത് സംഭവിക്കുന്നു? അധ്യാരോപിതമാക്കുന്നു. എന്തധ്യാരോപിതമായി? സുഖദുഃഖാദിയോഗ. അയ്യോ, ഈശ്വരൻ സുഖിക്കണോ, ഈശ്വരൻ ദുഃഖിക്കണോ ഇത്യാദി. അത് നമ്മുടെ ബുദ്ധിവൃത്തികളുടെ ഫലമായിട്ടുള്ള ആ ആകുലത അവിടെ ചേർക്കുക ചെയ്യണം. ഇതാണ് അധ്യാരോപണം. വ്യക്തമാണല്ലോ. പരമാർത്ഥത്തിലുണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. തത്സ്മരണാച്ച് തസ്യേവ ഈശ്വരസ്യൈവ ഹി സ്മരണം മത്തസ്മൃതിർജ്ഞാനമപോഹനം ച നാദത്തെ കസ്യചിത് പാപം ഇത്യാദി. അതഃ നിത്യമുക്ത ഏകസ്മിൻ സവിതരി ഇവ ലോകാവിദ്യാധ്യാരോപിതം സംസാരിത്വം ഈശ്വരേ
ശാസ്ത്രാദി പ്രാമാണ്യാത് അഭ്യുപഗതം അസംസാരിത്വം ഇതി അവിരോധ ഇതി. കഴിഞ്ഞു. അത് സ്മരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈശ്വരൻ്റെ തന്നെ സ്മരണമുണ്ട്. പിന്നെയല്ലേ, ഈശ്വരൻ തന്നെ സ്മരിച്ചിട്ടുണ്ട്. എവിടെ? മത്ത സ്മൃതിർജ്ഞാനം അപോഹനം ച. അവിടെ ഈശ്വരനാരാ? ഭഗവാൻ. ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്, മത്തസ്മൃതിജ്ഞാനം അപോഹനം ച, എന്നിൽ നിന്നാണ് ഓർമ്മയും ജ്ഞാനവും മറവിയും ഉണ്ടാവുന്നത്. അപ്പോൾ 3 വന്നാലും സന്തോഷിക്കുക, അല്ലേ? 3നെയും ഭഗവാന്റെ ഭാവമായിട്ട് അംഗീകരിച്ചാൽ പ്രശ്നമുണ്ടോ? ഇതൊന്നും ഭഗവാന്റെ ഭാവമല്ല, ഇതൊക്കെ സ്വാഭാവികങ്ങളാണ്. ജ്ഞപ്തി സ്വരൂപെന്നേ പറയാൻ പറ്റൂ, അല്ലാണ്ട് ജ്ഞാനമാണ് ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല, സ്മൃതി ഭഗവാനാന്ന് പറയാൻ പറ്റില്ല, മറവി ഭഗവാനാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇതെല്ലാം എന്നിൽ നിന്ന് തന്നെ ആക്കുന്നു എന്ന് പറയാം. അതുപോലെ നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭോ. ഈശ്വരൻ ആരുടെ പുണ്യത്തെയും എടുക്കുന്നില്ല, ആരുടെ പാപത്തെയും എടുക്കുന്നില്ല. അപ്പോൾ ലോകദുഃഖേന ബാഹ്യഹ, ലോകദുഃഖത്താൽ ബാഹ്യനാണ്. അപ്പോൾ ഈശ്വരനിൽ സുഖദുഃഖാദി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത്യാദി. അതഹ, അതുകൊണ്ട്, ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സാരം പറയണം. അതുകൊണ്ട് നിത്യമുക്തനായ ഈശ്വരനിൽ, ഏതുപോലെ? ഏകസ്മിൻ സവിതരി ഇവ, ഒരു സൂര്യനിൽ എന്ന പോലെ. സൂര്യനിലപ്പോൾ എന്തൊക്കെ അധ്യാരോപിക്കപ്പെടുന്നുണ്ട്? ഉദയാസ്തമയങ്ങൾ ഇല്ലേ, ഒക്കെ അധ്യാരോപിക്കപ്പെടുന്നുണ്ട്. അതുപോലെ പ്രകാശാപ്രകാശധർമ്മങ്ങൾ സവിതാവിൽ അധ്യാരോപിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ അവിദ്യയാൽ അധ്യാരോപിക്കപ്പെട്ട സംസാരിത്വം ഈശ്വരനിലില്ല. ഇത് ശാസ്ത്രപ്രാമാണ്യം കൊണ്ട് സിദ്ധമാകുന്നു. അതുകൊണ്ട് എന്തഭ്യുപഗതമാണ്? എന്താണ് മനസ്സിലാക്കപ്പെടുന്നത്? ഈശ്വരനിൽ അസംസാരിത്വം. ഒരു കാരണവശാലും പാരമാർത്ഥികമായി സംസാരിത്വം ഇല്ല. എന്നാൽ സ്വാഭാവികമായി ഈ വകയൊക്കെ അധ്യാരോപിക്കപ്പെടുന്നു. ഇത് ഇപ്രകാരം. ഇങ്ങനെ ഇതൊക്കെ പറയാനിടയായത് ബ്രഹ്മ എന്നുള്ളൊരു ശബ്ദം നിരൂപണം ചെയ്തപ്പോഴാണ് ഇത്രയും ചർച്ച വന്നത്. വ്യക്തമാണല്ലോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ബ്രഹ്മവിദ്യ പരിസമാപ്ത, ബ്രഹ്മവിദ്യ പരിസമാപിച്ചു. എങ്ങനെ? 2 ഖണ്ഡങ്ങളിലൂടെ പറയപ്പെട്ട വിദ്യ കഴിഞ്ഞു. ഇനി അതിലൊന്നുമില്ല. അപ്പം അതിനെ മന്ദബുദ്ധികൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ മന്ദബുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കാർക്കൊരു വിരോധം തോന്നരുത്. മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ഉച്ചകോടിപ്പെട്ട ബുദ്ധിയാണ്. ഇപ്പോൾ ഒരാൾ പറയാണ്, അയാൾക്ക് ഒരു 3 വർഷം 4 വർഷം ചെയ്തിട്ടും PhD കിട്ടിയില്ല പറഞ്ഞു. ഞാൻ ചോദിച്ചു, 4 വർഷം ചെയ്തിട്ടും PhD കിട്ടിയില്ല ഒരാൾ പറയുകയാണ്. അപ്പോൾ LP സ്കൂളത്തെ കുട്ടി പറയുക മന്ദൻ എന്ന് പറഞ്ഞാൽ ശരിയാവുക? ശരിയാവില്ല. എന്തുകൊണ്ട്? അയാൾ LP സ്കൂൾ പാസ്സായി, UP സ്കൂൾ പാസ്സായി, ഹൈസ്കൂൾ പാസ്സായി, ഹയർ സെക്കൻഡറി പാസ്സായി, ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, എന്നിട്ടാണ് PhD ചെയ്യാൻ പോയത്. പിന്നെ ഇവൻ അയാളെ മന്ദെന്ന് വിളിക്കാൻ അർഹത ഉണ്ടോ? ഇല്ല. വ്യക്തമാണല്ലോ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണേ. അത് മനസ്സിലാക്കിയേ മതിയാവും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ആഖ്യായിക രൂപത്തിൽ പറയുകയാണ്. ഇവിടെ ബ്രഹ്മവിദ്യാധ്യയന സമയത്ത് ഏത് പ്രശ്നം എന്ത് പറഞ്ഞാലും ഗുരുനാഥനോട് ചോദ്യം ചോദിക്കാം, നമുക്ക് ഋഷിയോട് ചോദിക്കാം. പക്ഷെ കഥ പറയുമ്പോൾ ചോദിക്കാൻ പാടില്ല. കഥ പറയുമ്പം കഥ കേൾക്കുക, രസിക്കുക, അതിൽ തത്വം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് അതെങ്ങനെ അങ്ങനെയാവും, ഇതെങ്ങനെ എങ്ങനെയാവും എന്നൊന്നും ചോദിക്കരുത്. അത് ബ്രഹ്മം ദേവന്മാരിലൂടെ ജയിച്ചു എന്ന് പറയുമ്പോൾ ദേവന്മാരിൽ നിന്ന് ഭിന്നനാണോ ബ്രഹ്മം?
നിങ്ങളല്ലേ പറഞ്ഞ അഭിന്നനാണെന്ന് എന്നൊന്നും അങ്ങനെയൊന്നും പറയാം. കഥയിൽ അങ്ങനെയൊക്കെയാണ് അല്ലേ. ഹനുമാൻ നെഞ്ച് പിളർന്ന് അങ്ങോട്ട് ഹൃദയം പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തു. ആർക്ക്? രാമനും സീതയ്ക്കും. എന്നിട്ടുന്നുണ്ടായി എങ്ങനെ പിളർന്നു? അപ്പം പിന്നെ എങ്ങനെ തുന്നിക്കൂട്ടി? ആര് സർജറി ചെയ്തു? ചോദ്യമില്ല. അവിടെ തത്വം എന്താ വെച്ചാൽ അതൊന്നും അവിടെ ഉദ്ദേശിക്കണില്ല. ഹനുമാൻ്റെ ഉള്ളിൽ സീതയും രാമനും പ്രതിഷ്ഠിതരാണെന്ന് പ്രദർശിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അത് കഥാരൂപത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അത് മനസ്സിലാക്കാനുള്ള രസികത്വം കഥ കേൾക്കുന്ന ആൾക്കും വേണം. രസികന്മാരോട് കഥ പറയേണ്ടി വരിക എന്നുള്ളത് ലോകത്തിൽ ഏറ്റവും വലിയ ശിക്ഷയാണ്. അതാണ്. എനിക്ക് 100 ജന്മം തന്നോളൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അരസികന്മാരോട് തത്വനിവേദനം എനിക്ക് തരാതിരിക്കണം. അതാണ് പ്രാർത്ഥന. അരസികന്മാരെ മുമ്പിൽ പാടുന്ന ഒരു പാട്ടുകാരൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കൂ. വലിയ സങ്കടമാണ്. അയാൾ പാടാൻ വിധിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ അയാൾ പാടണം. കാരണം കരാർ ഒപ്പിട്ടിട്ടുണ്ട്, പൈസ വാങ്ങിപ്പോയിട്ടുണ്ട് അഡ്വാൻസ്. മുമ്പിലിരിക്കണം ഒരൊറ്റ ഒന്നിന് സംഗീതത്തെക്കുറിച്ച് ഒന്നുമില്ല എന്ന് വെച്ചോളൂ. അപ്പോഴാ വലിയ കഷ്ടമല്ലേ അയാളെ സ്ഥിതി. അതുകൊണ്ട് പറയുകയാണ്, കഥയിൽ ചോദ്യം ഇല്ല. എന്താ കഥ? ബ്രഹ്മ ദേവേഭ്യോ വിജിഗ്യേ തസ്യഃ ബ്രഹ്മണോ വിജയേ ദേവാ അമഹീയന്ത. ബ്രഹ്മ ദേവേഭ്യോ വിജിഗ്യേ തസ്യഃ ബ്രഹ്മണോ വിജയേ ദേവാ അമഹീയന്ത. ഒരു പുരാവൃത്തം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പോൽ എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് രാജ്യത്ത് രാജാവുണ്ടായിരുന്നു പോൽ, ഇല്ലേ? അത്രയേ ഉള്ളൂ. പോൽ. അല്ലാണ്ട് ഇവിടെ ഹാക്കി വേറെ അർത്ഥമില്ല. ഇവിടെ ചില സ്ഥലത്തൊക്കെ അർത്ഥം ഉണ്ടാവും, ഇവിടെ അത് ഇങ്ങനെ എടുത്താൽ മതി. ദേവേഭ്യോ ബ്രഹ്മവിജിഗ്യേ, ദേവന്മാരിലൂടെ ബ്രഹ്മം ജയിച്ചു, അഥവാ ദേവന്മാർക്ക് വേണ്ടി ബ്രഹ്മം ജയിച്ചു. രണ്ടും ശരിയാ. ദേവന്മാരിലൂടെ ബ്രഹ്മം ജയിച്ചു, അല്ലെങ്കിൽ ദേവന്മാർക്ക് വേണ്ടി ബ്രഹ്മം ജയിച്ചു. തസ്യഃ ബ്രഹ്മണോ വിജയേ, ആ ബ്രഹ്മത്തിൻ്റെ വിജയത്തിൽ ദേവാഹ അമഹീയന്ത്, ദേവന്മാര് മഹിമയെ പ്രാപിച്ചു. എന്താണ് ദേവന്മാരുടെ മഹിമ? അത് അടുത്ത മന്ത്രത്തിൽ. ഇതാണ് 1ാമത്തെ മന്ത്രം. മനസ്സിലായില്ലോ? ഇത്രയേ ഉള്ളൂ. നോക്കൂ. ബ്രഹ്മ ഹ ഇത് ഐതിഹ്യാർത്ഥ. ബ്രഹ്മ ഹ ഇത് ഐതിഹ്യാർത്ഥ. പുരാ കില ദേവാസുര സംഗ്രാമേ ജഗസ്ഥിതി പരിപിപാലയിഷയാ ആത്മാനുശാസനാനുവർത്തിഭ്യഃ ദേവേഭ്യഃ അർത്ഥിഭ്യഃ അർത്ഥായ വിജിഗ്യേ അജൈഷീദ് അസുരാൻ. ബ്രഹ്മണഃ ഇച്ഛാനിമിത്തഃ വിജയഃ ദേവാനാം ബഭൂവ ഇത്യർത്ഥഃ. തസ്യഃ ബ്രഹ്മണ വിജയേ ദേവ അമഹീയന്ത. യജ്ഞാദിലോകസ്ഥിതി അപഹാരിഷു അസുരേഷു പരാജിതേഷു ദേവാഃ വൃദ്ധിം പൂജാം വാ പ്രാപ്തവന്തഃ. ബ്രഹ്മ ഹ ഇതി ഐതിഹ്യാർത്ഥഃ. പുരാ കില ദേവാസുരസംഗ്രാമേ ജഗത്സ്ഥിതി പരിപിപാലയിഷയാ ആത്മാനുശാസനാനുവർത്തിഭ്യഃ ദേവേഭ്യഃ അർത്ഥിഭ്യഃ അർത്ഥായ വിജിഗ്യേ അജൈഷീദ് അസുരാൻ. ബ്രഹ്മണഃ ഇച്ഛാനിമിത്തഃ വിജയഃ ദേവാനാം ബഭൂവ ഇത്യർത്ഥഃ. തസ്യഃ ബ്രഹ്മണഃ വിജയേ ദേവാഃ
അമഹീയന്ത് യജ്ഞാതിലോകസ്ഥിത്യപഹാരിഷു അസുരേഷു പരാജിതേഷു ദേവാഃ വൃദ്ധിം പൂജാം വാ പ്രാപ്തവന്തഃ. വാക്യഭാഷ്യം മുഴുവൻ വായിച്ചിട്ടുണ്ട്, അഭിനന്ദ. അപ്പം നേരത്തെ വായിച്ചപ്പോൾ ബ്രഹ്മാനന്ദത്തിൽ അങ്ങനെ ലയിച്ച് ഇരുന്നുണ്ടാവും. ഇതി പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞില്ല, അർത്ഥം പറഞ്ഞില്ല. അത് ശരി, അത് ശരി. അപ്പം ബ്രഹ്മാനന്ദം അപ്പുറത്തല്ല ഇപ്പുറത്താ വന്നു പോയത്. നമ്മൾ അംഗീകരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഏതേന പ്രത്യേകം ജ്ഞാനാദിഭേദ പ്രത്യുക്തഃ സൗക്ഷ്മ്യ ചൈതന്യ സർവഗതത്വാദി അവിശേഷേ ച ഭേദഹേത്വഭാവാത്. ഇതുകൊണ്ട് പ്രത്യേകം ജീവാത്മാക്കളുടെ ജ്ഞാനാദിഭേദവും പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? ഉപാധികൃതമായതുകൊണ്ട്, അവിദ്യാകൽപിതമായതുകൊണ്ട്. ഏതുകൊണ്ട്? ഇപ്പോൾ സൂര്യൻ്റെ മേഘം, സൂര്യനെ മറച്ച ദൃഷ്ടാന്തം എടുത്താൽ മതി. അവിടെ സൂര്യനെ മേഘം മറയ്ക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ വ്യക്തിദൃഷ്ടിയിൽ, ഒരു പ്രദേശവാസിയുടെ ദൃഷ്ടിയിൽ സൂര്യനെ മേഘം മറയ്ക്കുന്നുണ്ട്. ആ മറച്ചതിൽ തന്നെ തീർത്തും മറച്ചു എന്ന് തോന്നിപ്പോവും, ഒട്ടും കാണില്ല. ചിലപ്പോൾ സൂര്യൻ്റെ ചെറിയൊരു ലേശഭാഗം കാണും. ഇത്രയൊക്കെ വ്യത്യാസങ്ങൾ മേഘം ഹേതുവായിട്ടുണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ ജ്ഞാനാദിഭേദവും പ്രത്യുക്തമാണ്. ഈശജ്ഞാനം, ഏറജ്ഞാനം, അങ്ങനെയൊക്കെയുള്ള ഭാവഭേദങ്ങൾ. സൗക്ഷ്മ്യ ചൈതന്യ സർവഗതത്വാദി അവിശേഷേ, സൗക്ഷ്മ്യത, സർവഗതത്വം, ചൈതന്യ സ്വരൂപത്വം എന്നിവയ്ക്കൊന്നും മാറ്റമില്ലെങ്കിലും ഭേദവ്യവഹാരം ഈ ഉപാധികമായിട്ട് വരാം. ഭേദഹേത്വഭാവാത്. മനസ്സിലായില്ലേ? വിക്രിയാവത്വേച്ച അനിത്യത്വം, അഥവാ ആത്മാവിൽ വിക്രിയാവത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ അനിത്യമായി തീരും. അത് പറയാൻ പാടില്ല. വിക്രിയാവത്വം ആത്മാവിലില്ല. ഏതുപോലെ? അന്ധകാരം സൂര്യനിൽ ഇല്ല എന്ന് പറയുന്ന പോലെ. അപ്പം അനിത്യമായി തീരും. മോക്ഷേച്ച വിശേഷ അനഭ്യുപഗമാത് അഭ്യുപഗമേച്ച അനിത്യത്വ പ്രസംഗാത്. മോക്ഷേ വിശേഷനഭ്യുപഗമാത്. മോക്ഷത്തിൽ വിശേഷഭേദങ്ങൾ കാണുന്നില്ല. വിശേഷഭേദങ്ങൾ കണ്ടാലോ അനിത്യത്വം വന്നു ചേരുന്നു. അപ്പോൾ മോക്ഷമില്ല. മുക്തപുരുഷൻ്റെ ദൃഷ്ടിയിൽ ഭേദങ്ങളില്ല. ഭേദങ്ങൾ കാണുന്നവനൊട്ട് മുക്തി കൈവന്നിട്ടുമില്ല. അവിദ്യാവത് ഉപലഭ്യത്വാച്ച ഭേദസ്യ. എന്തുകൊണ്ടെന്നാൽ അവിദ്യയാൽ ഉപലഭിക്കപ്പെടുന്നതാകുന്നു ഭേദങ്ങൾ എന്നതുകൊണ്ട്. തത്ക്ഷയെ അനുപപത്തിരിതി സിദ്ധമേകത്വം. അവിദ്യ ക്ഷയിച്ചാൽ ഭേദങ്ങൾ അയുക്തങ്ങളാകുന്നു എന്നുള്ളതുകൊണ്ട് ആത്മാവിൽ ഏകത്വം സിദ്ധമായിരിക്കുന്നു. മനസ്സിലായില്ലേ? ആത്മാവിൽ ഏകത്വം സിദ്ധമായിരിക്കുന്നു. തസ്മാത്, അതുകൊണ്ട് ശരീരേന്ദ്രിയ മനോബുദ്ധി വിഷയവേദനാസന്താനസ്യ അഹങ്കാര സംബന്ധാത് അജ്ഞാനബീജസ്യ നിത്യവിജ്ഞാനാനി
വിജ്ഞാന അന്യനിമിത്തസ്യ ആത്മതത്വ യാഥാത്മ്യ വിജ്ഞാനാത് വിനിവൃത്തൗ അജ്ഞാനബീജസ്യ വിച്ഛേദേ ആത്മനഃ മോക്ഷസംജ്ഞാ. തസ്മാത് ശരീരേന്ദ്രിയ മനോബുദ്ധി വിഷയ വേദനാസന്താനസ്യ അഹങ്കാരസംബന്ധാത് അജ്ഞാനബീജസ്യ നിത്യവിജ്ഞാന അന്യനിമിത്തസ്യ ആത്മതത്വയാഥാത്മ്യ വിജ്ഞാനാത് വിനിവൃത്തൗ അജ്ഞാനബീജസ്യ വിച്ഛേദഃ ആത്മനഃ മോക്ഷസംജ്ഞാ വിപര്യയേ ച ബന്ധസംജ്ഞാ സ്വരൂപ അപേക്ഷത്വാത് ഉഭയോഃ. അതുകൊണ്ട് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, വിഷയങ്ങൾ, അവയുടെ അറിവുകൾ എന്നിവ അതിൻ്റെ പിന്തുടർച്ച തത് ഹേതുവായുണ്ടാകുന്ന അഹങ്കാര സംബന്ധം കൊണ്ട് അജ്ഞാനബീജത്തിൻ്റെ നിത്യവിജ്ഞാനത്തിൽ നിന്ന് അന്യനിമിത്തമായിരിക്കുന്നതായ ആ അജ്ഞാനത്തിൻ്റെ നാശം ആത്മയാഥാത്മ്യ വിജ്ഞാനം കൊണ്ടുണ്ടാകുമ്പോൾ, വലിയ വാചകമാണ്, ആത്മയാഥാത്മ്യ വിജ്ഞാനം കൊണ്ടുണ്ടാകുമ്പോൾ, അവിദ്യ നിവൃത്തമാകുമ്പോൾ, അജ്ഞാനബീജത്തിൻ്റെ നിവൃത്തി സംഭവിക്കുമ്പോൾ എന്തായി? ആത്മാവിൽ മോക്ഷസംജ്ഞ. വിപര്യയേ അതില്ലെങ്കിലോ ബന്ധസംജ്ഞ. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ബന്ധസംജ്ഞയും മോക്ഷസംജ്ഞയും ആത്മാവിൽ വരുന്നത് ഈ അവിദ്യ ഹേതുവായിട്ടാണ്. അതാണ് പറയണത്, ശരീരേന്ദ്രിയ മനോബുദ്ധി വിഷയവേദനാസന്താനത്തിൻ്റെ അഹങ്കാര സംബന്ധം കൊണ്ടുള്ളതായ അജ്ഞാനബീജത്തിൻ്റെ വിലയത്തിൽ. എങ്ങനെയാണ് വിലയം ഉണ്ടാകുന്നത്? നിത്യവിജ്ഞാന അന്യനിമിത്തമായിരിക്കുന്ന ആത്മതത്വ യാഥാത്മ്യ വിജ്ഞാനം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ആത്മതത്വ വിജ്ഞാന യാഥാത്മ്യ വിജ്ഞാനം കൊണ്ട് ഇത് വിനിവൃത്തമാകുന്നു, അജ്ഞാനബീജം വിനിവൃത്തമാകുന്നു. അങ്ങനെ അജ്ഞാനബീജം വിനിവൃത്തമാകുമ്പോൾ ആത്മാവിന് മോക്ഷസംജ്ഞ. വിവരെ ഇല്ലാച്ചാലോ ബന്ധസംജ്ഞ. അതുകൊണ്ട് ബന്ധമോക്ഷങ്ങൾ ആത്മാവിനുണ്ടോ? പരമാർത്ഥത്തിലില്ല. ബന്ധമോക്ഷങ്ങൾ ആത്മാവിനുണ്ടോ? വ്യാവഹാരികമായിട്ടുണ്ട്, അജ്ഞാനദശയിലുണ്ട്. അതുകൊണ്ട് അജ്ഞാന നിവൃത്തിയാണ് മോക്ഷം. ഇത്രയും പറഞ്ഞിട്ടാണ് ബ്രഹ്മദേവേഭ്യോ വിജിഗേ എന്നുള്ളതായ അർത്ഥം പറയണത്. അപ്പോൾ ഹ എന്നുള്ളത് ഐതിഹ്യാർത്ഥമാണ്, ഒരു ഐതിഹ്യമാണെന്ന് കാണിക്കാനാണ് ഹ എന്ന ശബ്ദപ്രയോഗം. പുരാ പണ്ട്, കില പോൽ, എന്തുപോൽ? ദേവാസുര സംഗ്രാമത്തിൽ, ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സംഗ്രാമം യുദ്ധത്തിൽ ജഗസ്ഥിതി പരിപാലനം ചെയ്യാനുള്ള ഇച്ഛ കൊണ്ട്, ജഗത്തിൻ്റെ സ്ഥിതി പരിപാലനം ചെയ്യാനുള്ള ഇച്ഛ കൊണ്ട് തൻ്റെ അനുശാസനത്തിൽ വർത്തിക്കുന്നവരായ ദേവന്മാർക്ക് വേണ്ടി, തൻ്റെ അനുശാസനത്തിൽ വർത്തിക്കുന്നവരായ ദേവന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി അർത്ഥായ വിജിഗ്യേ ബ്രഹ്മം വിജയിച്ചു, അജൈഷീത് അസുരാൻ അസുരന്മാരെ തോൽപ്പിച്ചു. ബ്രഹ്മണ ഇച്ഛാനിമിത്ത വിജയ ദേവാനാം. ബ്രഹ്മത്തിൻ്റെ ഇച്ഛാനിമിത്തമാണ് ദേവന്മാരുടെ വിജയം. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടേ, കഥയെ ചോദ്യമില്ല. ബ്രഹ്മ ഇച്ഛിക്കുകയോ? ബ്രഹ്മത്തിന് അസുരനും ദേവനും സമാല്യെന്നൊന്നും ചോദിച്ചേക്കരുത്, കഥയാണ്. അങ്ങനെ ദേവന്മാരുടെ വിജയം ബ്രഹ്മത്തിൻ്റെ ഇച്ഛ കൊണ്ട് സംഭവിച്ചു. അപ്പം എന്തുണ്ടായി? ഈ വിജയത്തിൽ ദേവന്മാർ മഹിമയെ പ്രാപിച്ചു. അമഹീയന്ത് മഹിമയെ പ്രാപിച്ചു. യജ്ഞാദി ലോകസ്ഥിതി
അപഹാരം ചെയ്യുന്നവരായ, അപഹരിക്കുന്നവരായ, ലോകസ്ഥിതിയെയും യജ്ഞസംസ്കാരത്തെയും ഒക്കെ നശിപ്പിക്കുന്നവരായ അസുരന്മാർ പരാജയപ്പെട്ടപ്പോൾ ദേവന്മാർ വളർന്നു, ദേവന്മാർക്ക് വൃദ്ധി കൂടി, ധാരാളം പൂജ അവർക്ക് ലഭിച്ചു. അങ്ങനെ അവർ വലിയ കേമന്മാരായി. അതാണ് മഹിമയെ പ്രാപിച്ചു. എന്നിട്ട് എന്തുണ്ടായത്? ത ഐക്ഷന്ത് അസ്മാകമേവായം വിജയോ അസ്മാകമേവായം മഹിമേതി തദ്ധൈഷാം വിജജ്ഞൗ തേഭ്യോഹ പ്രാദുർബഭൂവ തന്ന വ്യജാനത കിമിദം യക്ഷമിതി. ത ഐക്ഷന്ത അസ്മാകമേവായം വിജയോ അസ്മാകമേവായം മഹിമേതി തദ്ധൈഷാം വിജജ്ഞൗ തേഭ്യോഹ പ്രാദുർബഭൂവ തന്ന വ്യജാനത കിമിദം യക്ഷമിതി. അല്പം കഴിയട്ടെ.